നമസ്കാരം, റൈറ്റേഴ്സിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ടൈപ്സ് ഓഫ് മണി ഒന്ന് പരിചയപ്പെടാം. പ്രധാനമായിട്ടും 4 ടൈപ്സ് ഓഫ് മണിയാണുള്ളത്. ഒന്നാമത് ഫിയറ്റ് മണി, രണ്ടാമത്തത് ഫിഡൂഷ്യറി മണി, മൂന്നാമത്തത് കമ്മോഡിറ്റി മണി, നാലാമത്തത് കൊമേഴ്ഷ്യൽ ബാങ്ക് മണി. ഇത് 4 നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിച്ചാലോ? ശ്രദ്ധിച്ചോളൂ. ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പോവാണ്. ഞാനൊരു സെല്ലറിനെ കാണുന്നു, ലാപ്ടോപ്പ് വാങ്ങി. ഇനി അടുത്ത പേയ്മെന്റ് ആണ്. ഏത് ടൈപ്പ് ഓഫ് മണിയാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്? ഒന്നാമത് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഫിയറ്റ് മണി. ഇതാണ് ഫിയറ്റ് മണി. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കറൻസി ഇതാണ് ഫിയറ്റ് മണി. നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ച് പുറത്തിറക്കുന്നതാണ് ഫിയറ്റ് മണി എന്ന് പറയുന്നത്. ഇതിനൊരു ലീഗൽ ടെൻഡർ ആണ്. ഇതിനൊരു വാലിഡിറ്റി ഉണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു സെല്ലർ അക്സെപ്റ്റ് ചെയ്തേ മതിയാകൂ. ഓക്കെ. രണ്ടാമത്തതാണ് ഫിഡൂഷ്യറി മണി, അതായത് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ചെക്ക് എന്ന് പറയുന്നത്. ഈ ചെക്ക് ഒരു ഫിഡൂഷ്യറി മണിയാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് മതിയായ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് മുഖേന പേയ്മെന്റ് നടത്താൻ പറ്റും. അപ്പൊ ചെക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിഡൂഷ്യറി മണി. പക്ഷേ ചെക്ക് ഒരു സെല്ലർ അക്സെപ്റ്റ് ചെയ്യണം എന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. അടുത്താണ് കമ്മോഡിറ്റി മണി. കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തു, ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉള്ള ഒരു വസ്തു, ഒരു മൂല്യമുള്ള ഒരു വസ്തു. ഉദാഹരണത്തിന് ഒരു ഗോൾഡ് കോയിനോ ഒരു സിൽവർ കോയിനോ ഉപയോഗിച്ച് നമ്മൾ പേയ്മെന്റ് നടത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്മോഡിറ്റി മണി എന്ന് പറയുന്നത്. ഇത് ബാർട്ടർ സിസ്റ്റത്തിലെ ആ എക്സ്ചേഞ്ച് അല്ല എന്ന് മനസ്സിലാക്കുക. അതുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അടുത്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് പറയുന്നത്. ഇവിടെ എന്റെ അക്കൗണ്ടിൽ ഉദാഹരണത്തിന് 100 രൂപ ഉണ്ടെങ്കിൽ അതിൽ 10 രൂപ ബാങ്കിന്റെ ഒരു റിസർവ് ആയിട്ട് മാറ്റും. ബാക്കി 90 രൂപ ഒരു ക്രെഡിറ്റ് ക്രിയേറ്റ് ചെയ്യും. അതായത് 90 രൂപയൊക്കെ എനിക്ക് ലോൺ വേണമെങ്കിൽ എടുക്കാം, പേഴ്സണൽ ലോൺ എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ 90 രൂപ ഡെബിറ്റ് കാർഡിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ആ 90 രൂപ എനിക്ക് ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ ട്രാൻസ്ഫർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത്തരത്തിൽ ഞാൻ പേയ്മെന്റിന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക് മണി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി എന്റെ ചോദ്യം ഇതാണ്, ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്ത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താലും ഏത് ടൈപ്പ് ഓഫ് മണിയാണ് ഉപയോഗിക്കുന്നതെന്ന് കമന്റ് ചെയ്യാമോ? ഓക്കെ, താങ്ക് യു.